ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല ദിവസം നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ച് അനുഗ്രഹീതമായ ഒരു ദിവസത്തെ കടപ്പാടുകൾ നിർവഹിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് മഹത്വം ദൈവത്തിന് അർപ്പിച്ച് ജീവിപ്പാൻ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വചനം കേൾക്കാൻ താല്പര്യത്തോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും വലിയ ദൈവപ്രവൃത്തി അയച്ച് നമുക്ക് വേണ്ട എല്ലാ നന്മകളും തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനും വിശ്വസ്തനുമായിരിക്കാൻ ദൈവത്തെ ഒരു പ്രാവശ്യം കൂടി സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് 2021 പ്രവേശിച്ച ദിവസം മുതൽ നമ്മൾ ആദ്യത്തെ 3 മാസക്കാലം ഒരു പ്രത്യേക നിയോഗപ്രകാരം കർത്താവ് തന്നൊരു ഗൈഡൻസിൻ്റെ പ്രകാരം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കാൻ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനവധി കാര്യങ്ങൾ നമ്മളിൽ സ്ഥാപിതമാക്കിയെടുപ്പാൻ ക്ഷമയോടെ, താഴ്മയോടെ, വിശുദ്ധിയോടെ, ആത്മീക വർധനവോടെ ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുക്കപ്പെടുകയാണ്. നീണ്ട നാളുകൾ പല നന്മകളും വാഗ്ദത്തത്തിൽ കിടക്കുന്നുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ വരാതെ ഭാരപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ അന്ധകാരത്തിൻ്റെ കെട്ടഴിഞ്ഞ് ദൈവപ്രസാദത്തിൻ്റെ വെളിച്ചം വീശുവാൻ ദൈവസന്നിധിയിൽ നമ്മൾ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷാരംഭ ദിവസങ്ങളിൽ 3 മാസം നമ്മൾ ദൈവസന്നിധിയിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു പാക്കേജായി ക്രമീകരിച്ചിരിക്കുക. കാര്യം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പതിവ് നിലവാരത്തിൽ ഈ വചനം കേട്ട് സാധാരണ നിലവാരത്തിൽ തന്നെ പോകുന്നതിനേക്കാൾ അപ്പുറം ജീവിതത്തിൽ തപ്പിത്തടഞ്ഞ് പരതി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്, ദൈവവചനത്തിന് നിരക്കാത്തത്, അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നിൽക്കുന്നത്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്, കൽപ്പനാ ലംഘനങ്ങൾ, ഈ വക കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട് അത് പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളിൽ നിന്ന് മാറ്റി നമ്മുടെ ഭാഗത്തെ വിടവുകൾ നികത്തി ചെയ്യേണ്ടതെല്ലാം ചെയ്ത് അധികം പ്രാർത്ഥിച്ച് അധികം ധ്യാനിച്ച് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന പക്ഷം ഈ 2-3 മാസം കൊണ്ട് വിശുദ്ധ വചനത്തിൽ ആത്മീകർക്ക് പറഞ്ഞിരിക്കുന്ന എല്ലാ സൗഭാഗ്യാനുഗ്രഹങ്ങളും അനുഭവിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ വർഷത്തെ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു, ഈ ദൂത് കേൾക്കുന്നതിൽ ഒരു നല്ല പങ്കാളുകൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്താൽ നടത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധയോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്നവർ നിങ്ങളെ തന്നെ പരിശോധിക്കുന്നുണ്ടെന്നും നിങ്ങളെ തന്നെ സംയമനപ്പെടുത്തുന്നുണ്ടെന്നും നിങ്ങൾ ദൈവസന്നിധിയിൽ വിനീതരാകുന്നുണ്ടെന്നും വിധേയപ്പെടുന്നുണ്ടെന്നും കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഒന്നോടെ ദൈവമേ എന്നെ മെനഞ്ഞെടുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ അഹോരാത്രം പ്രാർത്ഥിക്കുന്നുണ്ടെന്നും വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ 2 ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. 1-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ. ഹഗല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലോവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരൂശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചു ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം തുടരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിൻ്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞ് എടുത്ത് അവന് കൊടുത്തു. ഞാൻ അതിനു മുമ്പേ ഒരിക്കലും അവൻ്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവിനോട്, നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ, നെഹമ്യാവിൻ്റെ പുസ്തകം ഒരു ചരിത്ര ഗ്രന്ഥമാണ്. യെരൂശലേം തീ വെച്ച് ചുട്ടും വാതിലുകൾ നശിപ്പിച്ചും പട്ടണം കീഴ്മേൽ മറിച്ചും ജാതീയ രാജാക്കന്മാർ യെരൂശലേമിനെ തകർത്ത് കളഞ്ഞു. ദൈവകോപത്തിൻ്റെ യഹൂദ ജനതയോടുള്ള അവർ ദൈവത്തോട് കാണിച്ച അനുസരണക്കേടിൻ്റെ ഫലമായിട്ട് അവരെ ബാബേൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ യെരൂശലേം നശിപ്പിച്ചിട്ടാണ് പോയത്.
അനേക പ്രാവശ്യം യെരൂശലേമിനെ നശിപ്പിച്ചിട്ടുണ്ട്. നശിപ്പിച്ചപ്പോഴൊക്കെയും യെരൂശലേമിനെ പിന്നെയും ജനം അനുതപിച്ചപ്പോൾ പണിതിട്ടുണ്ട്. സങ്കീർത്തനത്തിലും മറ്റു പല ഭാഗത്തും ഞാൻ ആവർത്തിച്ച് കണ്ടിട്ടുള്ളൊരു വാക്യമാണ് ദൈവത്തെ യെരൂശലേമിനെ പണിയുന്നവനെ എന്ന് വിളിക്കുന്നത്. അതിന് കാരണം യെരൂശലേം തകർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും തകർന്നടിഞ്ഞ് മറ്റുള്ളവർക്ക് മൂക്കത്ത് വിരൽ വെച്ച് അയ്യേ എന്ന് പറയത്തക്ക രീതിയിൽ യെരൂശലേമിനെ അധികം നാൾ ദൈവം കിടത്താറില്ല. വീണ്ടും ദൈവം പണിയും. എന്തുകൊണ്ടെന്നാൽ യെരൂശലേം മഹാരാജാവിൻ്റെ നഗരമാണ്. ദൈവത്തിൻ്റെ ഓമനപുത്രനായ കർത്താവിനെ മാനവകുടുംബത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചങ്കിലച്ചോര അവസാന തുള്ളി വരെയും ഈ ശാപഭൂമിയിലേക്ക് ഊറ്റിയൊഴിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പട്ടണമാണ് യെരൂശലേം. കാലങ്ങളധികം നീണ്ടുപോകുന്നതിനേക്കാൾ മുമ്പ് അധികം താമസമിന കർത്താവായ യേശു ക്രിസ്തു രാജാവായി വാഴേണ്ടതും യെരൂശലേമിൽ തന്നെയാണ്. യെരൂശലേം മഹാരാജാവിൻ്റെ നഗരമാണ്. ആ പട്ടണം തകർക്കപ്പെട്ടാൽ ദൈവം പിന്നെയും പണിയും. ഞാനൊരു ദൂത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്തയുടെ ഉള്ളിലേക്ക് കിടക്കട്ടെ. നിങ്ങൾ ദൈവത്തിനുള്ളവരാണെങ്കിൽ, നിങ്ങളുടെ കുടുംബം ദൈവത്തിനുള്ളതാണെങ്കിൽ, ദൈവം വസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണെങ്കിൽ, ദൈവഭരണം നടക്കുന്ന സ്ഥലമാണെങ്കിൽ, യേശുവിനെ കർത്താവായി വാഴിച്ച കുടുംബവും യേശുവിൻ്റെ കർത്തൃത്വം നടക്കുന്ന ഭവനവുമാണെങ്കിൽ തകർക്കപ്പെടാം, ചില പ്രത്യേക സാഹചര്യത്തിൽ ഉടയപ്പെടാം. പക്ഷെ ദൈവം അത് മറ്റുള്ളവർക്ക് പരിഹാസ വിഷയമായി കടക്കാൻ അനുവദിക്കില്ല. ദൈവം അതിനെ പണിയും. എന്തേ മറ്റെത്രയോ പട്ടണങ്ങൾ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നു. നിനവേ തകർന്നു പോയില്ലേ? അതിനെ പണിയാൻ വേണ്ടി വന്നതായിട്ട് മനുഷ്യൻ പണിത് കാണും. പക്ഷെ ദൈവം നേരിട്ട് പണിയുന്നുകൊണ്ടിരിക്കുന്ന പട്ടണമാണ് യെരൂശലേം പട്ടണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, വീണ്ടും നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ, ഉളച്ചകൾ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ദൈവത്തിനുള്ളവരാണെങ്കിൽ കർത്താവ് അത് തകർന്നു കിടക്കാൻ സമ്മതിക്കത്തില്ല. അത് പണിയും. ആരെങ്കിലും പണിയാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കാതിരിക്കില്ല. അതിനുവേണ്ടി കരയാൻ, പ്രാർത്ഥിക്കാൻ ഒക്കെ ദൈവം ആളെയാക്കും. ഇതാ സ്തോത്രം, നെഹമ്യാവ് ഒരു വാർത്ത അറിയുന്നു. രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് പാനപാത്രവാഹകനായി കഴിഞ്ഞു പോകുന്ന കാലം. ശൂഷം രാജധാനിയിൽ അദ്ദേഹം സ്തോത്രം സുത്യർഹമായ നിലവാരത്തിൽ ജോലി ചെയ്തു പോരവേ ഈ ഭാഗത്ത് കാണപ്പെടുന്നത് സ്തോത്രം ചില സഹോദരന്മാർ യെരൂശലേമിൽ നിന്ന് വന്നപ്പോൾ യെരൂശലേമിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ അറിഞ്ഞു യെരൂശലേം തകർന്നു കിടക്കുകയാണെന്ന്. ആ മാസം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ 3 മാസത്തെ കണക്കിലേക്ക് വരാൻ വേണ്ടി 20-ാം ആണ്ടിൽ കിസ്ലോവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിലിരിക്കുമ്പോൾ, കിസ്ലോവ് മാസം, ആ മാസത്തിൽ രാജധാനിയിലിരിക്കുന്ന സമയത്താണ് ഈ തകർച്ചയുടെ വാർത്ത കേൾക്കുന്നത്. ഇത് കേട്ട നെഹമ്യാവ് എന്തോ പറയാനാ, എല്ലാത്തിൻ്റെയും വിധി എന്നും പറഞ്ഞുകൊണ്ട് മാറുകയല്ലായിരുന്നു. ഇത് കേട്ട് തന്നെ കാണാൻ വന്ന സഹോദരനും യഹൂദന്മാരിൽ നിന്ന് വന്ന ചിലരും മടങ്ങിപ്പോയ ശേഷം 4-ാം വാക്യത്തിൽ പറയുന്നു, നെഹമ്യാവ് കുറേ നാളിരുന്ന് കരഞ്ഞു, ഉപവസിച്ചു, ദുഃഖിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ ആ വാക്കുകൾ അടിവരയിട്ടിരിക്കുക. ഈ വാർത്ത കേട്ടപ്പോൾ ഉപവസിച്ചു, കരഞ്ഞു, ദുഃഖിച്ചു, പ്രാർത്ഥിച്ചു. നിങ്ങളൊന്ന് അടിവരയിട്ടെ. 4-ാം വാക്യം. ഒരു തകർച്ചയുടെ വാർത്ത കേട്ടു, അരുതാത്തത് സംഭവിച്ചു, ഉട്ടഞ്ഞുപോയി. ഇനി എന്തു ചെയ്യണമെന്നറിയാൻ വയ്യാതെ നിൽക്കുമ്പോൾ ഏതൊരു ഭക്തനും ചെയ്യാൻ കഴിയുന്ന 4 കാര്യം ഞാൻ വീണ്ടും പറയുന്നു. എന്ത് ചെയ്യാൻ പറ്റുമപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്ത രാഹിത്യത്തിലേക്ക് ഒഴിഞ്ഞു മാറരുത്. 4 കാര്യങ്ങൾ ഏതൊരമ്മയ്ക്കും, ഏതൊരപ്പനും, ഏതൊരു ഭർത്താവിനും, ഏതൊരു ഭാര്യയ്ക്കും, ഏതൊരു മകനും, ആർക്കും സുബോധമുള്ള ആർക്കും ചെയ്യാൻ കഴിയുന്ന 4 കാര്യം: ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ദുഃഖിക്കുക, കരയുക. സ്തോത്രം. നിൻ്റെ കുടുംബത്തെ നോക്കി, നിൻ്റെ മക്കളെ നോക്കി, നിൻ്റെ തകർച്ചയെ നോക്കി, നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഇന്നലകളിലെ സകല വീഴ്ചകളെ നോക്കി, നിന്നെ തീ കൊണ്ട് ചുട്ടതുപോലെ, നിന്നെ ഇടിച്ച് നിരത്തിയതുപോലെ, തകർത്ത് കളഞ്ഞതുപോലെ ഇട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ എന്തു ചെയ്യാനാണെന്നും പറഞ്ഞുകൊണ്ട് വരുന്നോടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് നീങ്ങരുത്. സ്തോത്രം. എല്ലാറ്റിനും ഒരു കാലമുണ്ടെന്ന് ഓർത്തുകൊണ്ട് എപ്പോഴെങ്കിലും നടക്കട്ടെ, ദൈവേഷ്ടം പോലെ നടക്കട്ടെ നമ്മൾ തള്ളരുത്. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, 4 കാര്യങ്ങൾ ഈ 3 മാസങ്ങൾക്കുള്ളിൽ അത് ശീലമാക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ, വെറുതെ ദുഃഖങ്ങൾ ഓർത്തുകൊണ്ടല്ല, ദൈവസന്നിധിയിൽ കരയാൻ. സ്തോത്രം. നിൻ്റെ ജീവിതം നോക്കി ദുഃഖിക്കാൻ. സ്തോത്രം. എന്തിനു വേണ്ടി? കൊരിന്ത്യലേഖനത്തിൽ പറയുന്നു, വെറുതെ ദുഃഖമല്ല, മാനസാന്തരത്തിനുള്ള ദുഃഖം, മടങ്ങി വരവിനുള്ള ദുഃഖം. എൻ്റെ കുഞ്ഞ് മടങ്ങി വരണേ, എൻ്റെ കുടുംബജീവിതം മടങ്ങി വരണേ. എനിക്ക് ഗതിയായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ആർക്കും ദുഃഖമാണ്. അതല്ല, ദൈവമേ, കർത്താവേ, ദൈവത്തെ
അറിയണമേ. ഞങ്ങളുടെ കുടുംബം ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണമേ. ഞാൻ അറിഞ്ഞ സത്യം മറ്റുള്ളവർ അറിയണമേ. അതിനുവേണ്ടി കരയ്, അതിനുവേണ്ടി ദുഃഖിക്ക്, അതിനുവേണ്ടി ഉപവസിക്ക്, അതിനുവേണ്ടി പ്രാർത്ഥിക്ക്. ശാരീരിക സ്ഥിതി അനുസരിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യ്. ദൈവസന്നിധിയിൽ നെഹമ്യാവ് ഈ 4 കാര്യങ്ങൾ ചെയ്തു. അത് കിസ്ലോവ് മാസത്തിലാണ്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അതേ 20-ാം ആണ്ടിലെ നീസാം മാസത്തിൽ ഞാൻ രാജാവിൻ്റെ മുമ്പിലിരുന്ന് വീഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ അവിടെ മുതൽ ചരിത്രം മറ്റൊന്നായി മാറുകയാണ്. ഈ 2 മാസങ്ങൾ തമ്മിൽ 3 മാസത്തെ അന്തരമാണുള്ളത്. സ്തോത്രം. കിസ്ലോവ് മാസത്തിന് ശേഷം 3 മാസം കഴിയുമ്പോഴാണ് നീസാം മാസത്തിൽ, സ്തോത്രം, 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വീഞ്ഞെടുത്ത് കൊടുക്കുന്നത്. ഈ 3 മാസം ഇദ്ദേഹം ഇരുന്ന് കരഞ്ഞു. ഈ 3 മാസം ഇദ്ദേഹം ഇരുന്ന് ദുഃഖിച്ചു. ഈ 3 മാസം ഇദ്ദേഹം ഉപവസിച്ചു. ഈ 3 മാസം ഇദ്ദേഹം പ്രാർത്ഥിച്ചു. ഈ 3 മാസത്തെ ദുഃഖവും കരച്ചിലും ഉപവാസവും പ്രാർത്ഥനയും 3 മാസം കഴിയുമ്പോൾ ആരോടും പറയാതെ ദൈവം ഒരു മറുപടിയാക്കി മാറ്റുക. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ചരിത്രം അറിയാവുന്നവരായിരിക്കും എന്നെ കേൾക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനൊരു വാക്കിൽ പറയാം. സ്തോത്രം. രാജാവിൻ്റെ മുമ്പിലേക്ക് പാനപാത്രം വെച്ചു കൊടുക്കുമ്പോൾ അപ്രതീക്ഷിതമായി രാജാവ് നെഹമ്യാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. നെഹമ്യാവിനോട് ചോദിക്കുന്നു, നിൻ്റെ മുഖം വാടിയിരിക്കുന്നല്ലോ, എന്താ കാര്യം? പെട്ടെന്ന് നെഹമ്യാവ് പ്രാർത്ഥിച്ചിട്ട് പറയുന്നു, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറയുള്ള, ഞങ്ങളുടെ പൈതൃകം ഉറങ്ങിക്കിടക്കുന്ന, ഞങ്ങളുടെ പൊക്കിൽ കൂടി മുറിച്ചിട്ടിരിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദേശം, ഞങ്ങളുടെ സ്വപ്നഭൂമി യെരുശലേം തീ കൊണ്ട് വെന്തും ഇടിഞ്ഞും കിടക്കുമ്പോൾ എങ്ങനെ മുഖം വാടാതിരിക്കും? ഈ സംഭാഷണം ചെന്നെത്തുന്നത് യെരുശലേമിൻ്റെ പണിയിലേക്കാണ്. ഒരു വഴിത്തിരിവുണ്ടാകുകയാണ്, ഒരു മുഖാന്തരം വെളിപ്പെടുകയാണ്, ഒരു വാതിൽ തുറന്നു കിട്ടുക, ഒരു വഴിപ്പാത വെട്ടിത്തുറക്കുക, തകർന്നതിനെ പണിയാൻ. 3 മാസത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു രാഷ്ട്രം പണിയപ്പെടുകയാണ്, ഒരു ദേശം പണിയപ്പെടുകയാണ്. ശത്രു തീ വെച്ച് നശിപ്പിച്ച, ഹല്ലേലൂയ, ഒരു കൊച്ചു പച്ച പുല്ല് പോലും കാണാതെ വണ്ണം ചവിട്ടി അരച്ച് തീ കൊണ്ട് വെന്ത് നശിപ്പിച്ചിട്ട് ഇനി ഈ പട്ടണം പണിയരുത്, എസ്രയുടെ പുസ്തകത്തിലുണ്ട്. അതുപോലെ സാത്താൻ വാശി പിടിച്ച് കൊടിനാട്ടിട്ട് പോയ പട്ടണം പണിയാൻ ഒരു വഴിത്തിരിവ്, ഒരു കൂട്ടം ആളുകളുടെ പ്രാർത്ഥന കൊണ്ടല്ല, ഒരു മനുഷ്യൻ്റെ ദുഃഖവും കരച്ചിലും പ്രാർത്ഥനയും ഉപവാസവും, അത് 3 മാസത്തെ വിലാപത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഫലമായി തകർന്നു കടന്നതിനെ പണിയാൻ എൻ്റെ ദൈവം പദ്ധതിയിട്ടെങ്കിൽ, ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ, നിൻ്റെ ഉടഞ്ഞുപോയ കുടുംബം, നിൻ്റെ ഉടഞ്ഞുപോയ ജീവിതം, നിൻ്റെ തകർന്നുപോയ സ്വപ്നം, നിൻ്റെ ജീവിതത്തിൻ്റെ മൺപാത്രം ഉടഞ്ഞതുപോലത്തെ സ്ഥിതി, നിൻ്റെ മക്കളെ നോക്കിയുള്ള നിൻ്റെ വിലാപം, നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പറ്റിയല്ലോ എന്ന് മറ്റുള്ളവരാരും അറിയാതെ, പുറത്തു പോകാതെ, ആരുടെയും മുമ്പിലേക്ക് ചെന്നുപെടാതെ, അപമാന ഭാരം താങ്ങാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ചോദിക്കട്ടെ, 3 മാസം കൊണ്ട് വല്ലതും നടക്കുമോ? നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു? നെഹമ്യാവിൻ്റെ ദൈവം, യെരുശലേമിൻ്റെ ദൈവം, യെരുശലേമിനെ പണിത ദൈവം, കരയുന്നവനോട് കൂടെയുള്ള ദൈവം, ഉപവസിക്കുന്നവരെ മറക്കാത്ത ദൈവം. ഓ ഹല്ലേലൂയ, സ്തോത്രം. ദുഃഖിച്ച് കരഞ്ഞ് വിലപിച്ച് ഒരു മാറ്റത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നവരുടെ ദൈവം ഇന്ന് നിന്നോട് ദൂത് പറയുന്നു, 3 മാസം പാഴാക്കി കളയരുത്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഉണരുകയാണ്, ഒത്തിരി പേര് ദൈവപ്രവൃത്തിക്ക് വിധേയപ്പെടുകയാണ്. ഈ വർഷാരംഭ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നെഹമ്യാവിനെ പോലെ ഒരു വലിയ പദ്ധതിക്ക് നീ വിധേയപ്പെട്. ഒരു പ്രോജക്റ്റിലേക്ക് പ്രവേശിക്ക്, കൂടെ പ്രാർത്ഥിക്ക്, സമയം കണ്ടെത്ത്. നീ നിനക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യുക. വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ, ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ ക്രമീകരണം നിങ്ങൾ തന്നെ ചെയ്യുക. എപ്പോൾ പ്രാർത്ഥിക്കണം, എപ്പോൾ എഴുന്നേൽക്കണം, ഒരു ശിഷ്യത്വം, ഒരു ഡിസിപ്ലിൻ നിങ്ങൾ കീപ്പ് ചെയ്യുക. ദയവായി ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നു, നിങ്ങളെ ഉയർത്താൻ വേണ്ടി പറയുന്നു. സ്തോത്രം. എന്നും കുന്നും പോകുന്നത് പോലെ ഒത്താ പ്രാർത്ഥിച്ച് ഒത്താ ആരാധിച്ചല്ല, നിങ്ങളെ തന്നെ ക്രമീകരിക്കാൻ വേണ്ടി നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. നിങ്ങളെപ്പോൾ എഴുന്നേൽക്കണം, നിങ്ങളെപ്പോൾ വേദപുസ്തകം വായിക്കണം, നിങ്ങൾ എത്ര നേരം പ്രാർത്ഥിക്കണം, ആഴ്ചയിൽ ഏതൊക്കെ ദിവസം ഉപവസിക്കണം. ഈ 3 മാസത്തേക്ക് നിങ്ങൾ പദ്ധതി സെറ്റ് ചെയ്യുക. നെഹമ്യാവിനെ പോലെയാകുക. സ്തോത്രം. എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര ബിസിയാണെങ്കിലും, എത്ര ഉത്തരവാദിത്തമുള്ള ജോലിയാണെങ്കിലും, യൗവനക്കാരെ, അമ്മമാരെ,
സഹോദരന്മാരെ, സഹോദരിമാരെ, യൗവനക്കാരത്തികളെ, നിന്നെ പണിതെടുപ്പാൻ നിന്നെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവിക പദ്ധതിയിൽ നിറവേറ്റപ്പെടേണ്ട മാസം വന്നിരിക്കുക. ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ നീ എത്തേണ്ടിടത്ത് എത്തണം. നിന്റെ മേൽ പണി നടക്കണം. ഇനി അപമാന വിഷയമായിരിക്കരുത്. എഴുന്നേറ്റ് പണിയുക. അതാണ് നെഹമ്യാവിൻ്റെ ആഹ്വാനം. ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞ മുദ്രാവാക്യം ഇതാണ്: ഇനി നാം നിന്നാവിഷയമായിരിക്കരുത്, എഴുന്നേറ്റ് പണിയുക. ഞാൻ നിന്നോട് പറയുന്നു, ഇനിയും നീ നിന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാവിഷയമായിരിക്കരുത്. നിന്നെ അറിയാവുന്നവരുടെ ഇടയിൽ നിന്നാവിഷയമായിരിക്കരുത്. നിന്റെ കസിൻ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ നീ ദൈവത്തിൻ്റെ പൈതല, നിന്നാവിഷയമായിരിക്കരുത്. അപ്പച്ച, അമ്മച്ചി, നിങ്ങൾ നിന്നാവിഷയമായിരിക്കരുത്. ഈ ജീവിതം അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു പണി നടത്തണം. വരുന്ന തലമുറയ്ക്ക് വേണ്ടി നിന്നാവിഷയം ഇട്ടിട്ട് പോകരുത്. എഴുന്നേൽക്കുക, നമുക്ക് പണിയാം. ഇനിയും നാം നിന്നാവിഷയമായിരിക്കാതിരിക്കേണ്ടതിന് അഭിപ്രായം പറഞ്ഞും പ്രവചനം ചോദിച്ചും ദൂത് ചോദിച്ചും ഇരിക്കരുത്. അയ്യയ്യേ, സ്തോത്രം. എഴുന്നേറ്റ് പണിയാൻ നോക്ക്, എഴുന്നേറ്റ് കരയാൻ നോക്ക്, എഴുന്നേറ്റ് ഉപവസിക്കാൻ നോക്ക്, എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നോക്ക്. ഇതിനകത്ത് കെട്ടുണ്ടോ, പൂട്ടുണ്ടോ, താഴുണ്ടോ, താക്കോലുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ച് വെറുതെ സ്തോത്രം ആണ്ടുകൾ പാഴാക്കാതെ ഏത് തകർന്നതിനെയും പണിയാൻ പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ദൈവം എഴുന്നേറ്റിരിക്കുമ്പോൾ നീ ഇനി എന്നെ ആലോചന ചോദിക്കാനാ? സ്തോത്രം. ശത്രുവിൻ്റെ വലിപ്പം നോക്കാൻ വേണ്ടി നീ ഒരിടത്തും പോയി വെയ്ബ്രിഡ്ജിൽ പോയി ലോറി തൂക്കുന്നത് പോലെ ഏതെങ്കിലും, ഞാൻ പറയുക സ്തോത്രം, നിന്റെ ശത്രുവിൻ്റെ വലിപ്പം അത് 4-ാം വേദമാണോ 8-ാം വേദമാണോ എന്നറിയാൻ വേണ്ടി ഒരു പ്രവാചകനെയും പോയി കാണരുത്. സ്തോത്രം. ഞാൻ നിന്നോട് ആത്മാവിൽ പറയുന്നു, എഴുന്നേറ്റ് പണിയ്. സ്തോത്രം. നിന്നാവിഷയമാകാതിരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പണിയ്. പ്രവചനം തെറ്റാണെന്നോ പ്രവാചകന്മാർ മോശമാണെന്നല്ല പറഞ്ഞത്. നമ്മളെ ശത്രുവിൻ്റെ വലിപ്പം അറിയാനാണ് നമ്മൾ പോയി ചോദിക്കുന്നത്. ഇത് എൻ്റെ ഭാഷ, ഇത് കെട്ടാണോ പൂട്ടാണോ എന്നറിയാൻ വേണ്ടി. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് പണിയും നിന്നാവിഷയമായിരിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ ദൈവം ഈ 3 മാസം കൊണ്ട് പണിത് മനോഹരമായി പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു പണി നടക്കണം. നെഹമ്യാവിനെ പോലെ കരയുന്നവരെ ദൈവമേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുകയാണപ്പാ. ഇടിഞ്ഞതും തീ കൊണ്ട് വെന്തതും ശത്രു തകർത്ത് കളഞ്ഞതും ആരൊക്കെയോ അന്യാഗ്നി കത്തിച്ച് ഉന്മൂലനം ചെയ്ത് തകർത്ത് കളഞ്ഞതുമായിരിക്കുന്ന ജീവിതങ്ങളെ പണിതെടുക്കാൻ 3 മാസം നെഹമ്യാവിൻ്റെ ദൈവമേ, യെരുശലേമിനെ പണിത ദൈവമേ, അങ്ങയുടെ മക്കളോട് ഞാൻ ഉപദേശിക്കുക. അവർ തീരുമാനമെടുത്താൽ ദൈവം കൈവിടരുതേ. ദൈവം കൂടെ ഇരിക്കണേ. ഉപവസിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, ദുഃഖിക്കുന്നവരെ, കരയുന്നവരെ കർത്താവ് ഒന്ന് നിരീക്ഷിക്കണേ. അവരുടെ കുടുംബങ്ങളെ പണിയണേ, മക്കളെ പണിയണേ, നന്മ കൊണ്ട് നിറയ്ക്കണേ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ ദൈവം കൃപ കൊടുക്കണേ. നിന്നാവിഷയമാക്കി വെക്കല്ലേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.